ചീഫ് സെക്രട്ടറിയുമായുള്ള ഹിയറിംഗ് ലൈവായി കാണിക്കണമെന്ന എൻ പ്രശാന്തിന്റെ ആവശ്യം സർക്കാർ അംഗീകരിക്കില്ല. ഹിയറിംഗ് ലൈവ് സ്ട്രീമിംഗ് ചെയ്യണമെന്നായിരുന്നു പ്രശാന്തിന്റെ ആവശ്യം. റെക്കോർഡ് ചെയ്യണമെന്നും ആവശ്യം ഉന്നയിച്ചിരുന്നു. വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, കഴിഞ്ഞ ദിവസമാണ് ചീഫ് സെക്രട്ടറി പ്രശാന്ത് ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഹിയറിംഗ് നടത്താം എന്ന് അറിയിച്ചുകൊണ്ടൊരു കത്ത് നൽകിയത്. ആസ് ഡിസൈഡ് എന്നത് വീഡിയോ റെക്കോർഡിംഗും ലൈവ് സ്ട്രീമിംഗും ഉൾപ്പെടെ താൻ അങ്ങോട്ട് ഉന്നയിച്ച ആവശ്യങ്ങളാണ് എന്നൊരു വ്യാഖ്യാനമാണ് നമ്മൾ പിന്നീട് കണ്ടത്. ഇപ്പോൾ അത് ഉണ്ടാവില്ല എന്നത് സ്ഥിരീകരിച്ചോ? ശ്രീജ, തീർത്തും വിചിത്രമായ ആവശ്യമാണ് പ്രശാന്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ ലൈവ് സ്ട്രീമിംഗ്, ഈ അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടാണ് ഹിയറിംഗ് നടത്തുന്നത്. അത് ചീഫ് സെക്രട്ടറി നേരിട്ട് നടത്തുന്ന ഒരു നടപടിക്രമമാണ്. അതിന്റെ ലൈവ് സ്ട്രീമിംഗും റെക്കോർഡിംഗും നടത്തണം എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അതായത് കുറ്റാരോപിതനായി സസ്പെൻഷനിൽ തുടരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥന്റെ ഭാഗം കേൾക്കുന്നതിന് വേണ്ടി ഒരു ഹിയറിംഗ് വെക്കുന്നതാണ് അച്ചടക്ക സമിതി കൊണ്ട്. അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു നടപടിയിലേക്ക് നേരിട്ട് തന്നെ പോകുന്നത്. ചീഫ് സെക്രട്ടറിയുടെ ഔദ്യോഗിക കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. പക്ഷെ അതിനു മുൻപ് തന്നെ ഈ IAS തലപ്പത്തെ ഈ പടലപ്പിണക്കം, ജയതിലകനെതിരെയുള്ള ആരോപണങ്ങൾ, കെ ഗോപാലകൃഷ്ണനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ, ഇതിലൊക്കെ തന്നെ പ്രശാന്തിനെ കൂടി കേട്ട് കൃത്യമായ ഒരു നടപടിയിലേക്ക് പോവുക എന്നൊരു സന്ദേശമാണ് സർക്കാർ നൽകുന്നത്. അവിടെയാണ് പ്രശാന്ത് ഇങ്ങനെ ഒരു വിചിത്രമായ ആവശ്യം ഉന്നയിച്ചത്. ഏതായിരുന്നാലും ഇത് സർക്കാർ അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഏപ്രിൽ 1 പ്രശാന്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു, നിർണായക തീരുമാനത്തിലേക്ക് പോകുന്നു എന്ന്. പക്ഷെ ഒരു തീരുമാനവും അദ്ദേഹം കൈക്കൊണ്ടതുമില്ല. അങ്ങനെ പല കാര്യങ്ങളിൽ പ്രശാന്ത് എടുക്കുന്ന നിലപാടുകൾ അതെല്ലാം തന്നെ വിചിത്രമായ കാര്യങ്ങളാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ശ്രീജ, വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.